ദൈവത്തിന് സ്വാഗതം. എനിക്ക് ആക്ച്വലി ഇത് കുട്ടികളോട് കേൾക്കണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ നടക്കും തോന്നുന്നു. അവരോട് പിന്നീട് എപ്പോഴേലും പറയാം. ഒരു പുതിയ തരത്തിലുള്ള ശാസ്ത്രം നമ്മുടെ മുന്നിൽ ഒത്തിരി മാറിക്കൊണ്ടിരിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ അടുത്തൊരു 10 വർഷത്തിനുള്ളിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത വേഗതയിൽ നമുക്ക് ചുറ്റുമുള്ള കാര്യങ്ങൾക്ക് വലിയ മാറ്റങ്ങളുണ്ടാകും. അതിപ്പോൾ തന്നെ നമ്മൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ലോകം ആ മാറ്റങ്ങളിൽ പോകരുതെന്ന് പറഞ്ഞാലൊന്നും പോകാതിരിക്കത്തുമില്ല. അതിൻ്റെ ഉദാഹരണം ഞാൻ പറയാം. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് അധികം പ്രാധാന്യം കൊടുക്കരുത്, അതിപ്പോൾ പോകുന്ന ഗതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകരുതെന്ന് പറഞ്ഞ ഒരാളാണ് എലോൺ മസ്ക്. എന്നിട്ട് ഇതിലൊരു ലോങ് ലാംഗ്വേജ് മോഡൽസ് എന്ന് പറയുന്ന അതിലൊരു എണ്ണം, ഗ്രോക്ക് എന്ന് പറഞ്ഞൊരു സാധനം ഇദ്ദേഹം വിലയ്ക്ക് വാങ്ങിച്ച് ഇദ്ദേഹത്തിൻ്റെ ഫിക്സിനോടൊപ്പം ചേർത്ത് ഇപ്പോൾ കച്ചവടം തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോഴല്ല, കുറച്ച് ദിവസമായി. അപ്പോൾ പറയുന്നതും ചെയ്യുന്നതും എന്താണെന്ന് മനസ്സിലായില്ല. പറഞ്ഞാൽ ചെയ്യുന്ന ആഗ്രഹമുള്ള അദ്ദേഹത്തിന് പോലും പിടിച്ചാൽ നിൽക്കാത്ത വിധത്തിലാണിത് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഞാനിതിനത് പറയുന്നത് വെച്ചാൽ ഒരു വസ്തുത പറയാൻ വേണ്ടിയാണ്. ഈ ഇമേജുകൾ പ്രോസസ്സ് ചെയ്യാനുള്ള സംവിധാനം 2015 തൊട്ട് ഈ ഡെവലപ്മെൻ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ ആ ഡെവലപ്മെൻറ്റിന് കുറേ പേര് സമയം ചിലവാക്കിയ രീതി എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ഇങ്ങനെ നിൽക്കുന്ന എൻ്റെ ഫോട്ടോ എടുക്കുക, എന്നിട്ട് ഏതെങ്കിലും ഒരു വികൃതിക്ക് ചിലപ്പോൾ ഒരു മനസ്സിലൊരു ചെറിയ ചിന്താഗതി കാണും, ഇവനിങ്ങനെ വസ്ത്രമില്ല എന്ന് അങ്ങനെ ഇരിക്കും. അപ്പോൾ ആ ഇമാജിനേഷനെ സാധൂകരിക്കുന്ന ഒരു സംവിധാനം ഉണ്ടാക്കുക. 2015 തൊട്ട് ഗവേഷണം നടത്തി കഴിഞ്ഞ ഒരു 2 വർഷമൊക്കെ ആയപ്പോഴത്തേക്ക് നല്ല എളുപ്പത്തിൽ ഏതൊരാൾക്കും ലഭിക്കുന്ന ഒരു സൗകര്യത്തിലോട്ടായി. 2 പേരുടെ അനുഭവം ഞാൻ പറയാം. ഒരു മിഡിൽ സ്കൂൾ പറഞ്ഞാൽ 4ാം ക്ലാസ്സിനും 8ാം ക്ലാസ്സിനും ഇടയ്ക്കുള്ള ഏതോ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി. അവളുടെ ക്ലാസ്സിൽ ആരോ ഒരാളൊരു പടം എടുത്തു. അത് ഈ പ്രോസസ്സ് നടത്തി. ഞാൻ ആ പേരുകളൊക്കെ പറയാതിരിക്കുക കേട്ടോ, കാര്യം നമ്മുടെ ബിരുദന്മാർ ചിലപ്പോൾ ഇന്ന് അല്ലെങ്കിൽ ഗൂഗിൾ സെർച്ച് വേർഡ് ഇന്നത്തെ അതായിട്ട് മാറും. നിങ്ങളല്ല, ഇൻ്റർനെറ്റിൽ കേൾക്കുന്നവരെ കുറിച്ചാണ് പറയുന്നത്. അപ്പം ഇത് ഒരിടത്ത് കിട്ടിയാൽ പിന്നെ അടുത്ത സംഭവിക്കുന്നത് എന്താണെന്നറിയാമല്ലോ. ഒരു പെൺകുട്ടിയുടെ നഗ്നമായ ഫോട്ടോ കിട്ടിക്കഴിഞ്ഞാൽ അവസാനം മാതാപിതാക്കൾ അറിഞ്ഞു. മാതാവ് കോടതിയെ സമീപിച്ചു. എന്നിട്ട് ഇതിനൊരു സംവിധാനം ഉള്ളതെന്ന് പറഞ്ഞാൽ, ഈ ഫോട്ടോ കൊടുത്താൽ നെറ്റിൽ നിന്ന് ഇത് മുഴുവൻ റിമൂവ് ചെയ്യാനുള്ള ഒരു സംവിധാനമുണ്ട്. അത് ഉപയോഗിക്കണമെങ്കിൽ കളർ ഫോട്ടോ കൊടുക്കണം. കളർ നല്ല ഇപ്പോൾ ഉള്ള നിലവിൽ അപ്ലോഡ് ചെയ്തേക്കുന്ന ഫോട്ടോ അതുപോലെ കൊടുക്കണം. അതല്ലെങ്കിൽ അതിന് സമാനമായ. പോലീസിന് ഇത് കൊടുക്കാൻ നിയമമില്ല. ഇരയുടെ ഫോട്ടോ അഥവാ കൊടുക്കേണ്ടി വന്നാൽ ബ്ലാക്ക് ആൻഡ് വൈറ്റേ കൊടുക്കാവൂ. അങ്ങനുണ്ട്. പുതിയതായിട്ട് വന്ന സാങ്കേതിക സംവിധാനം ഒരു വ്യക്തിയെ ഇരയാക്കി ആ ഇരയ്ക്ക് ഒരു ഗുണം ചെയ്യുന്ന വിധത്തിൽ നിയമം ഉപയോഗിക്കാൻ പോലും മനുഷ്യന് സ്വാതന്ത്ര്യമില്ലാതെയാണ് നിയമം ഉണ്ടാക്കി വെച്ചത്. എന്നാൽ ഈ സംവിധാനം പുതുതായിട്ട് വന്നപ്പോൾ അതിന് നിയമ തടസ്സങ്ങൾ എന്തെങ്കിലും ഉണ്ടാകുമോ, നിയമത്തിന് മുമ്പിൽ വരാവുന്ന കാര്യങ്ങളുണ്ടോ, അത് കുട്ടികൾക്ക് കൊടുക്കണോ, ഇതൊന്നും ആലോചിക്കാതെ മാർക്കറ്റിലോട്ട് പടച്ചു വിട്ടപ്പോൾ ആർക്കും ഒരു പ്രയാസവും ഇല്ല. ഇനിയിപ്പോൾ ഓരോ സ്ഥലത്തായിട്ട് ഇരുന്ന് നിയമങ്ങൾ കൊണ്ടുവരും ഓരോരുത്തരായിട്ട്. അവരവർക്കൊക്കെ ഉപദ്രവമാവുമെന്ന് തോന്നുമ്പം നിയമം കൊണ്ടുവരും. ഈ അമ്മ കോടതിയെ സമീപിച്ചു. സംഗതി ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? എന്നിട്ട് പോലീസുകാർ പറഞ്ഞു നമ്മുടെ നാട്ടിൽ അതേ രീതിയാണ്. ഇത് അമേരിക്ക നടന്ന സംഭവമാണ്. കേസ് പ്രസ് ചെയ്താൽ മകള് വിസ്താരത്തിന് പോകേണ്ടി വരും. അപ്പോൾ ആ ഉദ്യോഗസ്ഥരുടെ ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് മനസ്സിലാവുന്നുണ്ടല്ലോ. പിന്നെന്താ ഈ അമ്മയ്ക്കുള്ള വഴി? കേസ് പ്രസ് ചെയ്യാതെ പിൻവലിച്ചു.
വിദ്യാഭ്യാസ വകുപ്പിന് പരാതി കൊടുത്തു. അവരന്വേഷിച്ചിട്ട് പറഞ്ഞു തെളിവുകളില്ല. ഈ കുട്ടി ഇനി എന്ത് ചെയ്യും? യൂറോപ്യൻ യൂണിയൻ ഇത്തരം സംവിധാനങ്ങൾ മൊത്തമായിട്ട് നിരോധിക്കാൻ ആലോചിക്കുന്നുണ്ട്. ഇതുപോലത്തെ ആപ്ലിക്കേഷൻ കഴിഞ്ഞ വർഷം ജനുവരിയിൽ കണക്കെടുക്കുമ്പോൾ 100ഓളമാണ്. ഈ 100 എണ്ണം 700 മില്യൺ തവണ ഡൗൺലോഡ് ചെയ്തു. 700 മില്യൺ, $117 മില്യൺ വരുമാനം ഉണ്ടാക്കി പലരായിട്ട്. ഈ സാധനത്തിന് ഈ ലോകത്തിൽ എന്താ ഉപയോഗമുള്ളതെന്ന് ആലോചിച്ചു. $117 മില്യൺ വരുമാനം ഉണ്ടാക്കി ഈ സാധനം വെച്ച്. ഇതാ ലോകം പോകുന്ന വഴി. 46 വയസ്സുള്ള ഒരു അധ്യാപിക, അവരെ ഈ സംവിധാനം ഉപയോഗിച്ചിട്ട് അവരെ പടമെടുത്ത് കൊടുത്തത് അവരെ സ്കൂളിൽ പഠിക്കുന്ന ആ മക്കൾ. അത് നിയമത്തിനെ സഹായിക്കാനൊന്നുമില്ല. ആദ്യത്തെ കേസിൽ പ്രതി ആ കുട്ടി കുറ്റം സമ്മതിച്ചിട്ട് പോലും ഒരു ശിക്ഷാ നടപടി പോലും ഇല്ലാതെ വിട്ടു. രണ്ടാമത്തേലും നിയമ സംവിധാനം വന്നത് അങ്ങനെ തന്നെയാണ്. ഇത് മുമ്പോട്ട് കേസുമായിട്ട് പോകണ്ട. വിദ്യാഭ്യാസ വകുപ്പിന് പരാതി കൊടുത്തു. അവരെ ഈ കുട്ടികളുള്ള ക്ലാസ്സിൽ പഠിപ്പിക്കാൻ തന്നെ നിയോഗിച്ചു. പറ്റത്തില്ല എന്ന് പറഞ്ഞപ്പോൾ തരം താഴ്ത്തി. ഇന്നവർ മറ്റൊരു ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇനി പേരും മാറ്റി വേറൊരു സ്റ്റേറ്റിലേക്ക് താമസം മാറാൻ കാര്യങ്ങൾ ക്രമീകരിക്കുന്നു. ദൈവത്തിന് സ്വാഗതം. ഞാൻ എന്തിനാണ് പറഞ്ഞതെന്ന് വെച്ചാൽ, ഇതിപ്പോൾ വളരെ വേഗം നമ്മുടെ അടുത്തൊക്കെ എത്തും. നമ്മൾ കുറച്ചുകൂടെ വിവേകമുള്ളവരായിരിക്കണം. ആത്മസംയമനം എന്ന് പറഞ്ഞ സാധനം അറിയാമല്ലേ എന്താണ്? പിള്ളേർ വികൃതി മൂന്ന് തവണ കാണിക്കും. മൂന്നാമത്തെ തവണ ആദ്യത്തെ തവണ കാണിക്കുമ്പോൾ നമ്മൾ എന്ത് പറയണം? വെറുതെ പറയണം. രണ്ടാമത്തെ തവണ ഡെസിബിലിൽ കൂട്ടി പറയണം. മൂന്നാമത്തെ തവണ കൈ കിട്ടുന്നിടത്ത് ആ ആളുടെ നേരെ വലിച്ചെറിയുകയോ അല്ലെങ്കിൽ ചെന്നൊന്ന് കൊടുക്കുകയോ ചെയ്തിട്ട് പറയണം. ഇതിനെയാണ് നമ്മൾ എന്താ പറയുന്നത്? ആത്മസംയമനമെന്ന് നമ്മൾ പറയുന്നത്. അങ്ങനല്ല, എന്ത് കേട്ടാലും നമ്മൾ വളരെ വിവേകത്തോടെ ആലോചിച്ച് ദൈവവേദലാണെന്നുള്ള ബോധ്യത്തിൽ ഒരു ദൈവത്തിൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് എങ്ങനെ തീരുമാനം എടുക്കുമെന്നുള്ളത് മനസ്സിലാക്കി അങ്ങനെ തീരുമാനമെടുത്ത് പ്രവർത്തിക്കുന്നതിനെയാണ് ആത്മസംയമനം എന്ന് പറയാൻ കഴിയുന്നത്. മനസ്സിലായി കാണുമല്ലോ ഞാൻ ആദ്യം പറഞ്ഞത്? മനസ്സിലായല്ലേ? അതൊന്ന് മാറ്റിയിട്ട് ഇതങ്ങ് വെച്ചാണ്. അല്ലെങ്കിൽ ഞാൻ പകുതി സമയം കേട്ടോണ്ടിരിക്കരുത്. മൊത്തം കേട്ടാലേ കാര്യങ്ങൾ മനസ്സിലാവും കേട്ടോ. മൊത്തമായിട്ട് കേൾക്കുന്നെങ്കിൽ ആദ്യം മുതലേ ഞാൻ കേൾക്കാതെ വിട്ടേക്കണം. വളരെ സന്തോഷമുള്ള ഒരു ഭാഗം ഞാൻ കഴിഞ്ഞ ദിവസം കേട്ടതാണ്, ഇൻ്റർനെറ്റിൽ കേട്ടത്. ഈ ശത്രുവിനോട് എതിർത്ത് നിന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് ഉള്ളൊരു പ്രസംഗം നമ്മുടെ അനീഷ് കാവാലം പാസ്റ്റർ പ്രസംഗിച്ചു. ആരെങ്കിലും കേട്ടായിരുന്നു? കേട്ടെങ്കിൽ പിന്നെ അത് പറയണ്ട. അല്ല, കേട്ടില്ല. അതിലൊരു മനോഹരമായൊരു സംഗതി എന്താണെന്ന് ചോദിച്ചാൽ, ഇസാക്കിൻ്റെ യാഗം നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. ആ യാഗത്തെക്കുറിച്ച് പറഞ്ഞേക്കുന്ന അധ്യായം ഓർമ്മയുണ്ടോ? ഉൽപ്പത്തി 22. യാഗം കഴിഞ്ഞ സമയത്ത് ഏറ്റവും അവസാനം എഴുതി വെച്ചേക്കുന്ന ഒരു പ്രത്യേകിച്ച് എന്താണെന്ന് പോലും നമ്മൾ വെറുതെ വായിച്ച് തള്ളുന്നൊരു സാധനം. റിബേക്ക ജനിച്ചു. അതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് മനസ്സിലായോ? അബ്രഹാം ആരുടെ സ്ഥാനത്ത് നിൽക്കുന്നു എന്നറിയാം? ആരുടെ സ്ഥാനത്താണ്? ദൈവത്തിൻ്റെ സ്ഥാനത്ത്. ഇസാക്കിൻ്റെ മണവാട്ടി ആര് കാണിക്കുന്നു? ഇസാക്കിൻ്റെ യാഗം കഴിഞ്ഞ ഉടനെ റിബേക്ക ജനിച്ചു. ദൈവത്തിന് സ്തോത്രം.
കേട്ടപ്പോൾ ഒത്തിരി സന്തോഷം തോന്നി. വളരെ അപൂർവമായിട്ട് കിട്ടുന്ന ഒരു സംഗതിയാണ്. ദൈവത്തിന് സ്തോത്രം. വളരെ ശ്രദ്ധിക്കണം. ലോകം വളരെ മോശപ്പെട്ട ഒരു വഴിയിലൂടെയാണ് പോകുന്നത്. ചിലപ്പോൾ നമ്മളറിയാതെ നമ്മുടേതായിട്ടുള്ള പല ചിത്രങ്ങളും പലയിടത്തും ചിലപ്പോൾ കണ്ടെന്നിരിക്കും. നമുക്ക് പ്രിയപ്പെട്ടവരുടെ കണ്ടെന്നിരിക്കും. ഇതൊക്കെ കണ്ടാലൊന്നും പ്രത്യേകിച്ച് നമ്മൾ വികാരഭരിതരൊന്നും ആകരുത്. അതൊക്കെ സംയമനത്തോടെ കാണാൻ നമ്മൾ മനസ്സുള്ളവരായിരിക്കണം. കാര്യം ഇത് വളരെ ലളിതമാണ്. ഏതൊരു കുട്ടിക്കും ചെയ്യാവുന്ന വിധത്തിലാണ് ഇന്ന് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. അവരുടെ കയ്യിൽ നിന്ന് ലൈസൻസ് മാറ്റുന്നതിനെക്കുറിച്ചൊന്നും ആരും ചിന്തിച്ചിട്ടില്ല. ഇനി അഥവാ ആണെങ്കിൽ ചിലപ്പോൾ കൂടിപ്പോയി ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കണമായിരിക്കും, എനിക്ക് 18 വയസ്സ് ആയെന്ന്. സത്യം പറഞ്ഞതൊന്നും പറയാനും പറ്റത്തില്ല, പറയാതിരിക്കാനും പറ്റാത്ത സംഗതി. കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പൊടിയന്മാർ ആദ്യം നോക്കുന്നത് ഈ സംവിധാനങ്ങളൊക്കെയാണ്. കാര്യം ഇതെന്തോ ഹാക്ക് ചെയ്യണമെന്നൊക്കെ ചോദിച്ചാൽ ഇതൊക്കെ നന്നായിട്ട് അറിയാവുന്ന സാർമാർ ഇവിടെ ഇരിപ്പുണ്ട്. ആളുടെ പേര് പറഞ്ഞാൽ ഇന്ന് അവൻ്റെ വീട്ടിൽ പ്രാർത്ഥന വയ്ക്കും. ദൈവത്തിന് സ്തോത്രം. ഞാൻ എന്തായാലും അതിനകത്തോട്ട് കിടക്കട്ടെ. കാര്യം ഇതിനെ പറഞ്ഞുകൊണ്ടിരുന്നതിനകത്ത് ഒത്തിരി കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുണ്ട്. പക്ഷെങ്കിൽ നിങ്ങൾ ഈ ആനുകാലിക സംഗതികളെക്കുറിച്ച് ഒരു അറിവുള്ളവരായിരിക്കണം, ബോധ്യമുള്ളവരായിരിക്കണം. ഇത് നമ്മളെങ്ങനെ നേരിടുമെന്നുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഒരാൾക്കൊരു ഭാര്യ വേണ്ടാത്ത വിധത്തിൽ ഹ്യൂമനോയിഡുകളെ മനുഷ്യൻ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരാൾക്കൊരു ഭർത്താവിന് വേണ്ടാത്ത വിധത്തിൽ ഹ്യൂമനോയിഡ് എന്ന് പറഞ്ഞാൽ മനസ്സിലായി, മനുഷ്യനെ പോലെ പെരുമാറുന്ന യന്ത്രമനുഷ്യനെ ആണ് ഹ്യൂമനോയിഡ് എന്ന് പറയുന്നത്. അതായത് ചില കാര്യങ്ങളിൽ അല്ലെങ്കിൽ ചുരുങ്ങിയ കാര്യങ്ങളിൽ ഒരു മനുഷ്യനെ പോലെ പെരുമാറുന്ന വിധത്തിൽ അതിനെ ഇപ്പോൾ നിർമ്മിച്ചു തുടങ്ങി. മുമ്പ് 10 ലക്ഷമോ 20 ലക്ഷമോ ഒക്കെ വില ഉണ്ടായിരുന്നത് 5000 6000 ഒക്കെ ഡോളറിന് അല്ലെങ്കിൽ 1000 2000 ഡോളറിനൊക്കെ കിട്ടി തുടങ്ങി. അതായത് സാധാരണക്കാരന് വേണമെങ്കിൽ ഒരു വിവാഹം കഴിക്കുന്നതിൽ 4-1 ചിലവിൽ ഇതൊരെണ്ണം സമ്പാദിക്കാമെന്നുള്ള സ്ഥിതിയിൽ ആ കാര്യങ്ങൾ എത്തുന്നത്. അതുകൊണ്ട് ഒരുപാട് പേര് അങ്ങനെ ചിന്തിച്ചാൽ അതിനെ തെറ്റു പറയാൻ കഴിയാത്ത അവസ്ഥയാണ് ലോക മനുഷ്യനെക്കുറിച്ച്. ഞാൻ പറഞ്ഞ ആശയം മനസ്സിലാകുന്നുള്ളൂ. അപ്പം നമുക്ക് നമ്മുടെ ഉത്തരവാദിത്വം ഒത്തിരി വർദ്ധിച്ചിരിക്കുന്ന ഒരു കാലഘട്ടത്തിലോട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ പുസ്തകത്തെ ബൈബിൾ ക്ലാസ്സിൽ പഠിച്ച ഒരു വചനവും ആ വാക്യവും അതുമായിട്ട് ബന്ധപ്പെട്ട് 1-2 കാര്യങ്ങളും പറയാനാണ് ആഗ്രഹിക്കുന്നത്. നമുക്ക് സ്ഥിരം പരിചയമുള്ള ഒരു ഭാഗം. ഒന്ന്, യേശുക്രിസ്തു ശമരിയ സ്ത്രീയോട് സംസാരിക്കുന്ന ആരാധനയെക്കുറിച്ചുള്ള ഒരു ഭാഗമുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 23-24 വാക്യം. സത്യനമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നുവിരിക്കുന്നു. തന്നെ നമസ്കരിക്കുന്നവർ ഇങ്ങനെയുള്ളവരായിരിക്കണമെന്ന് പിതാവ് ഇച്ഛിക്കുന്നു. ദൈവം ആത്മാവാകുന്നു, അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. മതി. യേശുക്രിസ്തു പറയുന്ന കാര്യമാണ്. യേശുക്രിസ്തുവിനോട് ആ ശമരിയക്കാരി സ്ത്രീ ചോദിച്ച ചോദ്യം എന്താണെന്ന് ചോദിച്ചാൽ, നമസ്കരിക്കുന്നതിനെ കുറിച്ചൊരു തർക്കം ഞങ്ങളുടെ ഇടയിൽ നിൽക്കുന്നുണ്ട്. ഞങ്ങളുടെ കൂട്ടർ പറയുന്നത് ഈ മലയിൽ ആരാധിക്കാനാണ്. പക്ഷേ നിങ്ങളുടെ കൂട്ടർ എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിൻ്റെ കൂട്ടർ അഥവാ യഹൂദന്മാർ, അവർ പറയുന്നത് നിങ്ങൾ ഇവിടെ ആരാധിക്കണം എന്ന് പറഞ്ഞാൽ യഹൂദന്മാരുടെ മലയിൽ യെരുശലേം എന്ന് പറഞ്ഞ അവിടെ ആരാധിക്കുക, മറ്റൊരു പറയുന്ന അവരുടെ സ്ഥലത്ത് ആരാധിക്കുക. ഇങ്ങനെ 2 കാര്യങ്ങളാണ് പറഞ്ഞത്. ഇതിൽ തർക്കം ഒന്ന് പരിഹരിക്കാനാണ് യേശുവിൻ്റെ അടുത്ത് ഈ സ്ത്രീ ചോദിച്ചത്. അപ്പോൾ ഈ ചോദ്യത്തിന് മറുപടി യേശു പറഞ്ഞത് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ, മല എന്ന് പറയുന്ന സംഗതി ഇപ്പോൾ എടുത്തങ്ങ് കളഞ്ഞു. ഇനി മലയില്ല. സത്യനമസ്കാരിക്ക് ആരാധന വരേണ്ടത് എവിടെ നിന്നാണ്? ആത്മാവിൽ ആരാധിക്കണം, സത്യത്തിൽ ആരാധിക്കണം. ഇത് രണ്ടും വരേണ്ടത് എവിടെ നിന്നാണ്? നമ്മുടെ വ്യക്തിത്വം അതിൽ നിന്നാണ് വരേണ്ടത്. ആത്മാവും സത്യവും രണ്ടും നമ്മുടെ ഉള്ളിൽ നിന്നാണ് വരേണ്ടത്. ഇതാണ് യേശുക്രിസ്തു പറഞ്ഞ ഒരു മാറ്റം വരുത്തിയത്. അത് പറയുമ്പോൾ 2 കാര്യം പറഞ്ഞു. ആദ്യത്തെ വാക്യത്തെ പറഞ്ഞു ദൈവം അങ്ങനെ ആഗ്രഹിക്കുന്നു. ഇനി ഇപ്പോൾ അതിൻ്റെ സമയം വന്നു, അങ്ങനെ തന്നെ ആരാധിക്കണം. യേശുക്രിസ്തു തീർത്തു അങ്ങ് പറഞ്ഞു. ദൈവം അങ്ങനെ ആഗ്രഹിക്കുന്നു, അങ്ങനെ ആരാധിക്കാം. ഇതാണ് ആരാധന. നമുക്ക് ആരാധനയുടെ ശ്രേഷ്ഠമായ ഭാഗം എന്ന് നമ്മൾ വിശ്വസിക്കുന്നത് നമ്മൾ ഈ കൂട്ടായ്മയ്ക്ക് വരുമ്പോഴാണല്ലോ, അല്ലേ? ഇപ്പോഴും. എന്നാലും ആ വിചാരത്തിന് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഭാവത്തിന് മാറ്റം വന്നു തുടങ്ങിയില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. തീർച്ചയായിട്ടും അങ്ങനെ മാറി ചിന്തിക്കുന്ന ഒരുപാട് പേര് നമുക്കുണ്ട്. ഇങ്ങനെ നമ്മൾ വരുമ്പോൾ നമ്മൾ സാധാരണയായിട്ട് ഒരുപാട് വചനം കേൾക്കാറുണ്ട്. മിക്കവാറും നമ്മുടെ എല്ലാ കൂട്ടായ്മകളുടെയും ഒരു പ്രധാന വസ്തുത
കുറച്ച് നേരം ഈ ഏരിയ നമ്മളങ്ങ് ഒരു പ്രത്യേക ഏരിയ ആയിട്ടങ്ങ് വിട്ടേക്കുക. നമ്മുടെ ജീവൻ എന്തെങ്കിലും സംഭവിക്കുമെങ്കിൽ മാത്രം അങ്ങോട്ട് നോക്കിയാൽ മതി. അവർക്കൊന്നും സംഭവിക്കത്തില്ല. നമ്മളിവിടെ അടി കൂടിയാലും അവരൊരുമിച്ച് വൈകിട്ട് കളിക്കും. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ നമ്മുടെ ആരാധന പ്രധാന സ്ഥലം അല്ലെങ്കിൽ പ്രധാന ഭാഗം നടക്കുന്ന ഇവിടെ നിന്നാണ് നമ്മൾ പൊതുവെയുള്ള വിശ്വാസം. അവിടെ നടക്കുന്ന വചന ശുശ്രൂഷയുണ്ട് ഒത്തിരി. നമ്മൾ ഒരുപാട് വചനം കേൾക്കാറുമുണ്ട്. വചന കേൾവിയെക്കുറിച്ച് യേശു പറഞ്ഞൊരു ഉപമയുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മൾ ഒത്തിരി സംസാരിച്ചിട്ടുള്ളതാണ്. എന്താണ്? ആരുടെ ഉപമയാണ്? യേശു ഉപമകളെക്കുറിച്ച് സംസാരിച്ചു തുടങ്ങിയപ്പോൾ ആദ്യമായിട്ട് പറഞ്ഞ ഉപമയാണ്. അന്നേരം സംശയം ശിഷ്യന്മാർ ചോദിച്ചു, എന്തിനാ ഇപ്പോൾ ഈ സ്റ്റൈല് മാറ്റിയെന്ന് വരെ ചോദിച്ചു. ഇന്ന് നമുക്കൊന്നും അത്രയും പ്രയാസമില്ല അല്ലേ? നമ്മളൊരു പ്രസംഗത്തിൻ്റെ ശൈലൊക്കെ മാറ്റിയാൽ ചിലപ്പോൾ ഒരാൾ എന്തെങ്കിലും പറയുമെന്നുള്ളൂ. ഇതങ്ങനെയല്ല. അവിടെ തന്നെ പ്രസംഗം തീരുന്നതിന് മുമ്പ് തന്നെ ചോദ്യം വന്നു, അപ്പോൾ എന്താ ഈ രീതി മാറ്റിയെന്ന്. അപ്പോൾ പറഞ്ഞു, ഇത് മറ്റു കുറച്ച് പേർക്ക് മനസ്സിലാകാതിരിക്കാൻ വേണ്ടിയാണെന്നും പറഞ്ഞു. അപ്പോൾ വിതയ്ക്കുന്നവൻ്റെ ഉപമയാണ്. ആദ്യത്തേത് എന്താണ്? വഴിയരികെ വീണു. അതിനെന്ത് സംഭവിച്ചു എന്ന് ഓർമ്മയുണ്ടോ? ചവിട്ടി പറവകൾ വന്ന് തിന്നു, എടുത്തു പോയി. പറഞ്ഞാൽ ചുരുക്കം പറഞ്ഞാൽ വിത്ത് പൂർണ്ണമായിട്ടും അവിടെ നിന്ന് മാറി. ഇനി വ്യാഖ്യാനം പറയുമ്പോൾ ആദ്യം പറവകൾ എന്ന് പറഞ്ഞു, രണ്ടാമത് വ്യാഖ്യാനം പറയുമ്പോൾ പറഞ്ഞു പിശാചു വന്ന് അവരുടെ ഹൃദയത്തിൽ നിന്ന് വചനം എടുത്തു കളയുന്നു. നമ്മളിത് കരുതാറുണ്ടോ അല്ലെങ്കിൽ മനസ്സിലാക്കാറുണ്ടോ എന്ന് എനിക്കറിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ഭാഗം വീണ്ടും എടുക്കുന്നത്. പല പ്രസംഗങ്ങളും കേട്ട് കഴിഞ്ഞാൽ നമ്മളതിനകത്ത് കേട്ടിട്ടില്ലാത്ത ഒരു വസ്തുതയും കേട്ടാലെങ്കിലും അതെന്ത് ചെയ്യണം? നമ്മളൊന്നകത്ത് കരുതണം. ആ കരുതുന്നത് കൊണ്ടൊരു പ്രയോജനമുണ്ട്. ഞാൻ എന്തുകൊണ്ടാണ് ഇന്ന് അനീഷ് കാവാലം പാസ്റ്ററെ ഒരു ചെറിയ കണ്ടന്റ് ഞാനിവിടെ പറഞ്ഞെന്ന് മനസ്സിലാവുന്നുണ്ട്. 40-ലധികം പേര് 1000-ൽ പരം വർഷം കൊണ്ട് എഴുതി തീർത്ത് നമ്മൾ ഒരുമിച്ച് ബൈൻഡ് ചെയ്ത് വെച്ചേക്കുന്ന ഈ പുസ്തകത്തിൻ്റെ ദൈവനിശ്വാസ്യത തെളിയിക്കാൻ പറ്റുന്ന നല്ലൊരു ഭാഗമാണ് ഞാൻ പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ നമ്മൾ പഴയ നിയമം മുഴുവൻ ഓടിച്ചല്ല വിശദമായിട്ട് വായിച്ചാൽ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, പുതിയ നിയമ വിശ്വാസിക്ക് വേണ്ടി പഴയ നിയമത്തിൽ യഹൂദന്മാർ ആ പുസ്തകം മുഴുവൻ എഴുതി വെച്ചു. മനസ്സിലാകുന്നുണ്ടോ? നമുക്ക് വേണ്ടി അവർ ആ പഴയ നിയമ പുസ്തകം മുഴുവൻ എഴുതി വെച്ചു എന്നാണ് നമുക്ക് ബോധ്യമാവുന്നത്. ഇനി അവരോട് ചെന്ന് ചോദിച്ചു നോക്കാം, നിങ്ങൾ ക്രിസ്ത്യാനിക്ക് വേണ്ടിയാണ് എഴുതിയെന്ന് ചോദിച്ചു നോക്കി അവരെന്ത് പറയും? അവർ നമ്മളെ ആട്ടി ഓടിക്കും. അവരങ്ങനെ ഒരു സംഗതി ചിന്തിച്ചിട്ട് പോലുമില്ല. ഉണ്ടോ? ഇല്ല. ഇവിടെയാണ് നമുക്ക് ആ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം മനസ്സിലാകുന്നത്. എന്ന് പറഞ്ഞാൽ പിൽക്കാലത്ത് നടക്കുന്ന കാര്യങ്ങൾ അതുപോലെ ഒരു നിഴൽ അവിടെ ഉണ്ടാക്കി വെച്ചേക്കുക, ഫ്രെയിം ചെയ്ത്. ദൈവത്തിന് സ്തോത്രം. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ വചനം കേൾക്കുമ്പോൾ നമ്മൾ അത്യാവശ്യമായി കേട്ടിട്ടില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് കേൾക്കുമ്പോൾ നമ്മളതിനെ ഒന്ന് കരുതിക്കൊള്ളണം. ഇനി അത് അവിടെ നിന്ന് പോന്നെങ്കിൽ അത് ആരെടുത്ത് കളയുന്നെന്നാണ് പറയുന്നത്? വേദപുസ്തകം പറഞ്ഞ യേശുക്രിസ്തു പറഞ്ഞു, വേറെ ആരുമല്ല, നേരിട്ട് യേശുക്രിസ്തു പറഞ്ഞതാണ്. വ്യാഖ്യാനിച്ചത് പോലും പൗലോസല്ല, ശിഷ്യന്മാരല്ല, യേശുക്രിസ്തു നേരിട്ട് ചുവന്ന അക്ഷരത്തിൽ എഴുതിയിട്ടുണ്ട്. ചില പുസ്തകങ്ങളുണ്ടെങ്കിൽ കാണാൻ വായിച്ചു നോക്കാം. വചനം ഉള്ളിൽ നിന്ന് പോകുന്നുണ്ടെങ്കിൽ നമ്മുടെ ഹൃദയത്തിനകത്ത് പിശാചിന് ക്രിയയുണ്ടെന്ന് മനസ്സിലാക്കണം. നമുക്ക് പിശാച് ബാധിച്ചു എന്നൊക്കെ പറയണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ഇയാൾ നമ്മൾ ആ പാട്ട് പാടി ആരാധിക്കുമ്പം നമ്മുടെ സ്റ്റൈല് മാറി ഒരാൾ ആരാധിച്ചാൽ ഉടനെ എന്ത് ചെയ്യും? ഇത് ദുരാത്മാവാന്ന് പറയും. സംശയമുണ്ടോ? ഈ ഒത്തിരി തവണ ഈ ഹോയ് ഹോയ് എന്നൊക്കെ കേൾക്കുന്ന ഒരു സ്ഥലത്ത് താമസിക്കുന്ന ഒരാൾ, അദ്ദേഹം സിജോ കണ്ടിട്ടുണ്ടാകും മിക്കവാറും. അദ്ദേഹം ഈ പാട്ട് പാടി തുടങ്ങിയാൽ എവിടാണെങ്കിലും കൈ അടിച്ചേച്ച് പോയി പോയി ഇങ്ങനെ പറയും. അത് കഴിഞ്ഞിട്ടാണ് പുള്ളി ആത്മാവിലൊക്കെ ആവുന്നത്. എനിക്കറിയാവുന്ന ഒത്തിരി പേര് ഇങ്ങനെ ദുരാത്മാവെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അതിനതൊക്കെ ഒരു പ്രവൃത്തി ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടുള്ളൂ. എനിക്ക് ഒത്തിരി നാളായിട്ട് അറിയാം, ഇപ്പോഴും അറിയാം. നമ്മളിതിനെ വ്യാഖ്യാനിക്കുന്നത് ഇങ്ങനെയൊക്കെയാണ്. പക്ഷെ ഇങ്ങനൊന്ന് വ്യാഖ്യാനിച്ച് നോക്ക്, നമുക്ക് ഉറപ്പാവും നമ്മുടെ ഹൃദയത്തിൽ
ഇവൻ ആവശ്യം പോലെ പണി ചെയ്തുകൊണ്ടേയിരിക്കുക. നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ ഇവൻ ആവശ്യം പോലെ പണി നന്നായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക എന്ന് നമുക്കിപ്പോൾ തന്നെ മനസ്സിലാവും. ദൈവത്തിന് സ്തോത്രം. നമ്മൾ നേരത്തെ പറഞ്ഞത് ആത്മാവിൽ സത്യത്തിലും ആരാധിക്കാനല്ലേ. യേശുക്രിസ്തുവിനെ കുറിച്ച് യോഹന്നാനിൻ്റെ സുവിശേഷത്തിൽ പറയുന്നൊരു വാക്യമുണ്ട്, 1:14. വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ. അപ്പം നമ്മൾ ആരാധിക്കുന്ന ആരെയാ? യേശുവിനെ. യേശുവിനെ ആരാധിക്കുമ്പോൾ യേശുവിൻ്റെ വചനം കേട്ടാൽ നമുക്ക് എന്ത് സംഭവിക്കുന്നു? ആരാധന ഉള്ളയാൾ ആരാധനയുടെ ഭാഗമായിട്ട് വചനം പറയുമ്പോൾ നമുക്ക് എന്ത് സംഭവിക്കുന്നു? നമുക്ക് ആ വചനത്തോട് ആരാധന ഉണ്ടോ? ഇല്ലെങ്കിൽ ദൈവത്തോട് സമ്മതിച്ചു. വചനത്തോട് ആരാധന തോന്നണം. കാര്യം എന്താ? വചനം ജഡമായി തീർന്നവനെയാണ് നമ്മൾ ദൈവമെന്ന് വിളിക്കുന്നത്. ഇനി ആ യേശു ക്രിസ്തുവിൻ്റെ ഏറ്റവും, എനിക്ക് പ്രയോഗിക്കാൻ ഒരു വാക്കില്ല കേട്ടോ, ഏറ്റവും ആദ്യത്തെ സമയം ഈ സന്ദർഭത്തിൽ, ഈ ലോകത്തിലെ ഏറ്റവും ആദ്യത്തെ ഒരു വചനം ജഡമായി തീർന്ന വിധത്തിലുള്ള ഏറ്റവും ആദ്യത്തെ സന്ദർഭം. ഈ സന്ദർഭം 8-ാം ദിവസം ദൈവാലയത്തിലോട്ട് ചെല്ലുമ്പോൾ നമുക്കറിയാവുന്ന ഒരു സംഗതിയുണ്ട്. ശിമിയോൻ എന്നൊരാൾ കണ്ടു. അങ്ങനെ എന്താ ചെയ്തേ? ദൈവത്തെ മഹത്വപ്പെടുത്തി. ലൂക്കോസ് 2-ലുള്ള കാര്യങ്ങളാണ്, വേണമെങ്കിൽ വായിച്ചു നോക്കാം പിന്നീട്. സംശയമുണ്ടോ? 2:27-28 വായിച്ചു. അവൻ ആത്മനിയോഗത്താൽ ദൈവാലയത്തിൽ ചെന്ന് യേശു എന്ന പൈതലിനു വേണ്ടി ന്യായപ്രമാണത്തിന്റെ ചട്ടപ്രകാരം ചെയ്യുവാൻ അമ്മയപ്പന്മാർ അവനെ അകത്ത് കൊണ്ടുചെന്നപ്പോൾ അവൻ അവനെ കയ്യിൽ ഏന്തി ദൈവത്തെ പുകഴ്ത്തി. മതി. ദൈവത്തിന് സ്തോത്രം. ഈ പൈതലിനെ കണ്ടപ്പോൾ അവൻ എന്ത് ചെയ്തു? ദൈവത്തിന് സ്തോത്രം. ഇനി അടുത്ത 36, 37, 38 3 വാക്യം വായിച്ചു. ആശേർ ഗോത്രത്തിൽ പനുവേലിന്റെ മകളായ ഹന്ന എന്നൊരു പ്രവാചകി ഉണ്ടായിരുന്നു. അവൾ കന്യാകാലത്തിൽ പിന്നെ ഭർത്താവിനോടുകൂടെ 7 സംവത്സരം കഴിച്ച് 84 സംവത്സരം വിധവയും വളരെ വയസ്സ് ചെന്നവളുമായി ദൈവാലയം വിട്ടുപിരിയാതെ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ രാവും പകലും ആരാധന ചെയ്തു പോന്നു. ആ നാഴികയിൽ അവളും അടുത്തു നിന്ന് ദൈവത്തെ സ്തുതിച്ചു. യെരൂശലേമിന്റെ വചനം ജഡമായി തീർന്നവനെ ശൈശവ പ്രായത്തിൽ കണ്ടപ്പോൾ തന്നെ അവർക്ക് എന്തു വന്നു? ആരാധന വന്നു. ദൈവത്തിന് സ്തോത്രം. ഉള്ളു നിറഞ്ഞ് അവർക്ക് ആരാധിക്കാൻ പറ്റി, അല്ലെങ്കിൽ സ്തുതിക്കാൻ പറ്റി. അങ്ങനെയാണെങ്കിൽ നാം സ്നേഹിക്കുന്ന ദൈവത്തിൻ്റെ വചനം നമുക്ക് കേൾക്കുമ്പോൾ നമ്മൾ എന്ത് നിറയേണ്ടി വരും? നമ്മളുടെ ഉള്ളിൽ കത്തിക്കൊണ്ടിരിക്കേണ്ടി വരും. നമുക്കറിയാം, എമ്മൗസിലേക്ക് പോയ 2 പേരോട് വചനം പറഞ്ഞപ്പോൾ അവർക്ക് ഭയം ഉണ്ടായിരുന്നിട്ടും അവരെന്താ അവസാനം പറഞ്ഞത്? നമ്മുടെ ഉള്ളിൽ അത് കത്തിക്കൊണ്ടേയിരുന്നു. ദൈവത്തിന് സ്തോത്രം. വചനം നമ്മുടെ ഉള്ളിൽ ഓരോ സമയത്തും ക്രിയ ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ 2:12-13 വായിച്ചു. പെട്ടെന്ന് സ്വർഗീയ സൈന്യത്തിന്റെ ഒരു സംഘം ദൂതനോട് ചേർന്ന് ദൈവത്തെ പുകഴ്ത്തി. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം എന്ന് പറഞ്ഞു. മതി. നമ്മൾ പലതവണ പറഞ്ഞൊരു സംഗതിയാണ്. നമ്മൾ യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നൊരു സംഗതിയാണ്. യേശുക്രിസ്തു ഭൂമിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ആരാണ് ആരാധിക്കുന്നത്? ദൂതന്മാർ ദൈവത്തെ ആരാധിക്കും. മനസ്സിലായോ? അപ്പോൾ ഈ കാണുന്ന എല്ലാവർക്കും ഞാൻ പറഞ്ഞ മനസ്സിലായി. യേശുക്രിസ്തുവിൻ്റെ ഏറ്റവും ചെറിയ പ്രായത്തിലുള്ള ആ ഒരു സന്ദർഭത്തിൽ പോലും അവർക്ക് എന്ത് വരുന്നു? അവർക്ക് ആരാധന വരുന്നു. അതിലും പക്വതയേറിയ വചനത്തെക്കുറിച്ച് നമുക്ക് കേൾക്കുമ്പോൾ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ ഇത് മറന്നു പോകുന്നു. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ആരാധനയുടെ ഏറ്റവും വീക്കായിട്ടുള്ളൊരു പോയിൻ്റാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ദൈവത്തിന് സ്തോത്രം. മരുഭൂമിയിൽ ദൈവജനത്തിന് വെള്ളം കൊടുത്ത് എങ്ങനെയാണെന്ന് ഓർമ്മയുണ്ടോ? അതെ. 2ാമത്തെ നിലത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണ്? ആ നിലം പാറയാണ്, മണ്ണില്ല. ഈ പാറ പിളർന്നാലേ എന്തു വരും? അതിനകത്തുനിന്ന് ജീവജലം വരും. നിലനിൽപ്പുണ്ടാവണമെങ്കിൽ ഈ പാറ പിളർക്കണം. ഈ പാറയുടെ ഒരു പ്രശ്നം എന്താണെന്ന് മനസ്സിലായോ? ഞാൻ ഇതുമായിട്ട് താരതമ്യപ്പെടുത്തി പറയാം. അവരെ അനുഗമിച്ച പാറ എന്തുവാ?
ഈ വചനം കേട്ട ഈ ആളിൻ്റെ ഹൃദയത്തിലിരിക്കുന്ന എന്താണ്? വചനം വീഴുന്ന സ്ഥലം എന്താണ് എന്ന് പറഞ്ഞാൽ ഞാൻ ക്രിസ്തുവാന്ന് പറഞ്ഞിരിക്കുക. മനസ്സിലായോ? ഈ ആൾക്കാരെ മനസ്സിലാക്കാൻ ഭയങ്കര എളുപ്പമാണ്. വിളിച്ചിരുത്തി ചർച്ചിലുള്ള ഒരു എല്ലാവരെ കുറിച്ചും ചോദിച്ചാൽ മതി. ഒരാളെക്കുറിച്ചും ഒരു നന്മ കാണത്തില്ല. അല്ലെങ്കിൽ ഏതൊരാളെക്കുറിച്ചും ഒരു കുറ്റമെങ്കിലും ഇയാളുടെ കയ്യിൽ കാണും. എന്ന് പറഞ്ഞാൽ ജസ്റ്റിഫൈ ചെയ്യുക, നീതീകരിക്കണം സ്വയം. എന്ന് പറഞ്ഞാൽ ഇവന് കുറ്റമുണ്ട്, ഇവക്ക് കുറ്റമുണ്ട്, ഇവനുമുണ്ട്, ഇവനുമുണ്ട്, എനിക്കുമുണ്ട്. അവസാനത്തെ ഉറച്ച് പറയത്തില്ല, ബാക്കിയെല്ലാം ഉറച്ച് പറയുകയും ചെയ്യും. ഞാൻ ദൈവമക്കളോടായിട്ട് പറയുക, ഒരു കാര്യം മനസ്സിലാക്കുക. സഭയ്ക്കകത്ത് വിശുദ്ധീകരിക്കപ്പെട്ടവരേ ഉള്ളൂ. കെട്ടിയിറക്കിയ വിശുദ്ധന്മാരാരുമില്ല, വിശുദ്ധീകരിക്കപ്പെട്ടവരേ ഉള്ളൂ. യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ വിശുദ്ധീകരിക്കപ്പെട്ടവർ മാത്രമേ ഇതിനകത്തുള്ളൂ. ഈ ബോധ്യം നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കും. ഒരു കാര്യത്തിൽ എനിക്ക് ചിലപ്പോൾ തോന്നാറുണ്ട്. കാര്യം ഈ പൗലോസിനെ എങ്കിലും കെട്ടിയിറക്കിയ വിശുദ്ധനായിട്ട് പലരും കരുതുന്നുണ്ടോ എന്ന് എനിക്ക് സംശയം തോന്നാറുണ്ട്. പൗലോസിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും വാചാലമാകാൻ പറ്റിയ ഒത്തിരി കാര്യങ്ങളുണ്ട്. അദ്ദേഹത്തെക്കുറിച്ച് ഞാനും ഇനി കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ വാചാലമായെന്നും ഇരിക്കും. ഇന്നലെയും വാചാലമായിട്ട് സംസാരിച്ചു. പക്ഷേ അദ്ദേഹവും ദൈവവുമല്ല, ദൈവതുല്യനുമല്ല. നമ്മളെപ്പോലെ നമുക്ക് സമസ്വഭാവമുള്ള, നമ്മുടെ വൃത്തികേടുകളുള്ള അല്ല, നമുക്ക് സമസ്വഭാവം എന്ന് പറഞ്ഞാൽ ഈ ശരീരമൊക്കെ മാത്രമേ ഉള്ളൂ നമ്മളെപ്പോലെ. പക്ഷെ മനസ്സിരിക്കുന്നതൊക്കെ നമ്മളെപ്പോലെ അല്ല. ഇതാണ് ആ വ്യത്യാസം. പൗലോസ് നമ്മളുള്ള വ്യത്യാസം. ഇനി പാറയുടെ പ്രശ്നം നമ്മൾ കേട്ടു. വചനം നിമിത്തം ഉപദ്രവം കേട്ടാൽ എന്ത് പറ്റും? ഒരു സംഗതി ഇട്ടേച്ച് പോവും. ഇതാണ് ഈ വചനം ഉപദ്രവിക്കുക. എന്താണെന്ന് വെച്ചാൽ ഈ വിത്ത് മുളച്ച് കഴിയുമ്പോൾ വിത്തിന് താഴോട്ടൊരു പോക്കുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം? ഈ പാറ ഒന്ന് പൊടിഞ്ഞു കൊടുക്കണം. ഉള്ളതില്ല. ഈ പാറ പൊടിഞ്ഞാലേ എന്ത് പറ്റൂ? ഈ വിത്ത് പിന്നെ വളരത്തുള്ളൂ. അപ്പോൾ ഇത് വളരാൻ ഒരു കാരണവശാലും എന്ത് ചെയ്യത്തില്ല? സമ്മതിക്കത്തില്ല. എന്ന് പറഞ്ഞാൽ തനിക്കുള്ളതൊന്നും നഷ്ടപ്പെടരുത്. ഇല്ലാതെ ദൈവത്തെ പ്രാപിക്കുകയും ചെയ്യണം. ഒരുപാട് പേരിങ്ങനെ ഉണ്ട് കേട്ടോ. വചനം വായിക്കണമെന്നൊക്കെ ഉണ്ട്, പക്ഷേ നമുക്ക് ഒട്ടും സമയം കിട്ടുന്നില്ല. ഇത് കേട്ടാൽ തോന്നുന്നു ഇദ്ദേഹത്തിന് മാത്രമായിട്ട് ദിവസം 24 എന്നുള്ളത് 26 ദൈവം കൊടുക്കുമെന്നുള്ളൊരു തോന്നലം കണ്ടാണ് നമുക്ക് പറയുന്നത്. ഞാൻ വിഷയം പ്രാർത്ഥിക്കാൻ വയ്ക്കാനാണോ ഇത് പറഞ്ഞതെന്ന് എനിക്ക് സംശയം തോന്നിയിട്ടുണ്ട്. പിന്നെ ചോദിച്ചാൽ ബുദ്ധിമോശമാവുമല്ലോ എന്ന് വിചാരിച്ച് ചോദിക്കാത്ത. 24 അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതിൽ കൂടുതൽ അങ്ങനെ പറ്റുമോ? പറ്റത്തില്ല. അപ്പോൾ പിന്നെ ആരാ കുറ്റക്കാരൻ? ഇദ്ദേഹത്തിന് ഉറങ്ങാൻ സമയമില്ലാത്ത വിധത്തിൽ ജോലി കൊടുത്തത് ദൈവമാണ് കുറ്റക്കാരൻ. ഒരു പ്രാർത്ഥനാ വിഷയം ഇങ്ങനെ ഉണ്ട് കേട്ടോ നമ്മുടെ ഇടയിൽ. പണി, ആ ഒരു സൈറ്റിലെ പണി പെട്ടെന്ന് തീരാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരാൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പക്ഷേ പ്രാർത്ഥിച്ചില്ല കേട്ടോ. കാര്യം ചിലപ്പോൾ ശമ്പളം മുടങ്ങാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് വിട്ടതാണ്. കാര്യം പണി തീർന്നാൽ ചിലപ്പം ടിക്കറ്റ് എഴുതി നാട്ടി വിട്ടേക്കും. വചനം നിമിത്തം ഞെരുക്കം വരും. എന്തോ ഞെരുങ്ങുന്നത്? നമ്മൾ പലയിടത്തും ഞെരുങ്ങേണ്ടി വരും. നമ്മുടെ ഉറക്കം വന്ന് ഞെരുക്കേണ്ടി വരും, അല്ലേ? ശരി, ഞാൻ പറയട്ടെ. ഈ മൊബൈൽ നേരത്തെ ഞെക്കുന്ന സാധനം ഉണ്ടായിരുന്നു. സ്ക്രീനിലൊന്നുമില്ല, ആകെപ്പാട് ഒരു നമ്പർ മാത്രം തെളിയുന്നൊരു സംവിധാനം ഉണ്ടായിരുന്നു. അന്നേരം ഈ മൊബൈലിൻ്റെ സാധനം എവിടെ ആയിരുന്നു? ഭക്ഷണം കഴിക്കുമ്പോൾ ഈ മൊബൈൽ എവിടെ ഇരിക്കുമായിരുന്നു? ഏതെങ്കിലും ഒരു മൂലയ്ക്ക് കിടക്കും, അല്ലേ? പിന്നെ നോക്കി പറയ്ക്കുക വെളിയിലോട്ട് പോകുമ്പോൾ എടുത്തുകൊണ്ടത്. പക്ഷെ ഇപ്പോൾ ഇതെവിടെ ഇരിക്കും? അതെ, കറിയുടെ പാത്രത്തിൻ്റെ, ചോറിൻ്റെ പാത്രത്തിൻ്റെ ഇടയ്ക്കിരിക്കും. പലപ്പോഴും കറി തുടച്ച് കളഞ്ഞ് ആ കറി വീഴുന്നതിന് പൈസ മുടക്കുന്ന ആളെന്താണെന്ന് വെച്ചാൽ വെള്ളം ഉണ്ടാക്കുകയും ചെയ്യും ചിലപ്പോൾ. വചനം നിമിത്തം ഞെരുങ്ങും വരും. ഈ കറിയുടെ പാത്രം അങ്ങ് ക്ലോസ് ആയിട്ട് വരും, അതങ്ങ് മാറും. അകത്തെ പാറ മാറിയാലോ അത് പൊടിയണം. ദൈവത്തിൻ്റെ ശബ്ദം ഈ പാറ പൊട്ടിക്കും കേട്ടോ. യഹോവയുടെ ശബ്ദമുണ്ടല്ലോ, ഈ പാറ പൊട്ടിക്കും. ഈ ശബ്ദത്തിന് നമ്മൾ കാത് കൊടുത്താൽ മതി. ദൈവത്തിന് സ്തോത്രം. എല്ലാവരെയും വിധിക്കും, സ്വയം വിധിക്കത്തില്ല, സ്വയം ന്യായീകരിക്കും. ഇതാണ് പാറയുടെ പ്രത്യേകത. ദൈവത്തിന് സ്തോത്രം. മുള്ളിനിടയിൽ വീണത്, ആ ഉപമയെക്കുറിച്ച് എല്ലാവർക്കും അറിയാമല്ലോ, അല്ലേ? ആദ്യം വഴിയരികെ വീണതുണ്ട്, പാറസ്ഥലത്ത് വീണുണ്ട്, മുള്ളിനിടയിൽ വീണുണ്ട്, നല്ല നിലത്ത് വീണുണ്ട്. ഇങ്ങനെ 4 ഐറ്റം.
ഞാൻ ആ ഭാഗം ഒന്ന് വായിക്കാതെ അങ്ങ് പോവുക, കാര്യം നമുക്ക് കുറച്ചുകൂടി എളുപ്പത്തിന് വേണ്ടി. മുള്ളിനിടയിൽ വീണത്, മുള്ളിനെ കുറിച്ചൊന്ന് മനസ്സിലാക്കി. മുള്ളിനിടയിൽ വീണെന്ന് പറഞ്ഞാൽ അകത്തെന്തോ ഇരിപ്പുണ്ട്, മുള്ളുണ്ട് അല്ലേ? ഈ മുള്ള എവിടെ തുടങ്ങിയെന്ന് ഓർമ്മയുണ്ടോ? ഉൽപ്പത്തി 3:18 വായിച്ചു. അതെ, ഇത് ദൈവം മനുഷ്യനോട് പറയുന്നതാണ്. അപ്പോൾ ഒരു ദൈവാനുഗ്രഹം അതല്ലേ? ദൈവാനുഗ്രഹമല്ല, പാപത്തിൻ്റെ ശമ്പളമായിട്ട് കിട്ടിയ സംഗതിയാണ്. എന്ന് പറഞ്ഞാൽ ഈ മുള്ള അകത്തുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? പാപകത്ത് കിടപ്പുണ്ട്. വചനം എടുത്ത് കളയുന്ന പല സംഗതികളെ കുറിച്ചാണ്. ഇതിനൊരു പരിഹാരമുണ്ട് കേട്ടോ. ഈ മുൾപ്പടപ്പിലാണ് ദൂതൻ ഇറങ്ങി തീ കത്തിച്ച് കാണിച്ചു കൊടുത്തത്. മുള്ളിനൊന്നും പറ്റത്തില്ല, കാര്യം നിനക്കൊന്നും പറ്റത്തില്ല. പാപപങ്കിലമായ ഈ ശരീരത്തിന് എന്ത് പറ്റത്തില്ല? ഈ തീ വീഴുമ്പോഴത്തേക്കൊന്നും പറ്റത്തില്ല. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് പ്രാപിച്ചു കഴിഞ്ഞിട്ടും നമ്മൾ ഇന്ന് ജീവനോടിരിക്കുന്നത്. ക്രിസ്തുവിനാൽ വീണ്ടെടുക്കപ്പെട്ട നമ്മൾ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു കഴിഞ്ഞിട്ടും ഇന്ന് ജീവനോടിരിക്കുന്ന ഇതുകൊണ്ടാണ്. എന്നാൽ ഇതിനു മുമ്പ് അങ്ങനെയല്ല. സോദോമിൽ പാപമുണ്ടോ എന്ന് ഞാനൊന്ന് ചെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് അങ്ങോട്ട് പോയ ദൈവം അവിടെ ഒന്ന് യാത്ര ചെയ്ത് കഴിഞ്ഞപ്പോൾ സംഭവിച്ചത് എന്താണെന്ന് നമുക്കറിയാം അല്ലേ? അതായിരുന്നു നമുക്ക് സംഭവിക്കേണ്ടിയിരുന്നത്. പക്ഷെ മോശയെടുത്ത് പറഞ്ഞു, വീണ്ടെടുപ്പ് എൻ്റെ പക്കലുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഈ വീണ്ടെടുപ്പ് പ്രാപിച്ചവരാണ് നമ്മൾ. ഈ വീണ്ടെടുപ്പുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കവിടെ എന്ത് ചെയ്യും? വചനം അവിടെ മുളയ്ക്കും. വചനത്തെ ഞെരുക്കാൻ മുള്ളുണ്ടാവില്ല. ദൈവത്തിന് സ്തോത്രം. 3 തരം സ്വഭാവങ്ങളെക്കുറിച്ച് മനസ്സിലായി. ഇത് 3 വ്യത്യസ്തമായ ഹൃദയമാട്ടോ. ഒരു കാര്യം മനസ്സിലാക്കി, ഇത് ഒരിക്കലും വിതയ്ക്കുന്നവനെ ചൂണ്ടിയല്ല ഇത് പറയുന്നത്. വീഴുന്ന വചനം കേൾക്കുന്നവരെ ചൂണ്ടിയാണ് ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. സാധാരണ നമ്മൾ ചിന്തിക്കാത്തൊരു ഭാഗം, അല്ലെങ്കിൽ ഞാൻ ചിന്തിച്ചിട്ടില്ലാത്തൊരു ഭാഗം കൂടെ ഇന്ന് ചിന്തിക്കാനിടയായി. എന്താണെന്ന് ചോദിച്ചാൽ, നല്ല മണ്ണെന്നേ പറയുന്നുള്ളൂ. എന്താണ് ഈ നല്ല മണ്ണ്? ആദ്യത്തെ പറഞ്ഞ 3 സംഗതി ഇല്ലെന്നുണ്ടെങ്കിൽ അതെന്താവും? ഒന്ന്, വിത്തെടുത്തുകൊണ്ട് പോകത്തക്കവണ്ണം സ്വാതന്ത്ര്യം മറ്റവനെ കൊടുക്കരുത്. നമ്മളുടെ നിയന്ത്രണം അതൊക്കെ, നമ്മുടെ ഉള്ളിൽ നമ്മൾ നിയന്ത്രിക്കുന്ന കാര്യങ്ങൾ അതൊക്കെ. ഞെരുക്കം ബാധിക്കരുത്, ധനത്തിൻ്റെ വഞ്ചന ബാധിക്കരുത്. ചിലപ്പോൾ നമുക്ക് പുറത്തുനിന്ന് പറയാൻ പലരും ഉണ്ടായിരിക്കും, നീ ഇത്ര നാളും ഗൾഫിൽ നടന്നു വെച്ച് എന്തോ ഉണ്ടാക്കി, ഇനി നിൻ്റെ പിള്ളേർ വളർന്നു വരിക, നീ എന്തോ ചെയ്യും, നീ ഇതുവരെ ഒരു വീട് വെച്ചിട്ടുണ്ടോ? ആദാമിനും അവയ്ക്കും വീട് വെച്ച് കൊടുത്തായിട്ട് നമ്മൾ വായിച്ചിട്ടില്ല അല്ലേ? തോട്ടത്തിലോട്ട് വെറുതെ ഇറക്കി വിട്ടേ ഉള്ളൂ. എനിക്കറിയത്തില്ല എന്താ അങ്ങനെ അങ്ങനെ കാര്യങ്ങൾ മുമ്പോട്ട് പോയെന്ന് അറിയത്തില്ല. ഈ സംവിധാനം ഉണ്ടാക്കിയത് ആരാന്ന് അറിയത്തില്ല. ഇങ്ങനൊരു വീടെന്ന് എന്തുമാത്രം ചിലവ് പറഞ്ഞിരുന്നു. ദൈവത്തിന് സ്തോത്രം. നമ്മളോട് ഒരുപാട് ചോദ്യങ്ങൾ നമ്മുടെ നേരെ വരും. പലപ്പോഴും നമ്മുടെ ജോലിയിൽ നമ്മൾ വിശ്വസ്തരാകുമ്പോൾ നമുക്ക് നഷ്ടപ്പെടുന്നത് ഈ ലോകത്തിലെ പല പ്രതാപങ്ങളുമാണ്. നമ്മുടെ വാക്കിൽ വിശ്വസ്തരാകുമ്പോൾ നമുക്ക് നഷ്ടപ്പെടുന്നത് ഈ ലോകത്തിലൊരു പ്രതാപമാണ്. നമ്മൾ നീതിയോടെ ജീവിക്കാൻ തീരുമാനിക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെ കുടുംബത്തിനകത്തുനിന്ന് പോലും നമുക്ക് എതിർപ്പ് വരും. ദൈവത്തിന് സ്തോത്രം. പക്ഷേ ഇതിനകത്ത് ശക്തി പ്രാപിക്കുന്നൊരു വചനമുണ്ടപ്പോൾ, ദൈവം തന്ന നീതിയുടെ വചനം, നമ്മളിലേക്ക് പകർന്ന വചനം ഇതിനകത്ത് ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കും. ദൈവത്തിന് സ്തോത്രം. നമ്മൾ ഇന്ന് നമ്മളെ തന്നെ ഒന്ന് വിവേചിച്ച് നോക്കണം. നമ്മൾ വചനം ഒത്തിരി കേൾക്കാറുണ്ട്, പക്ഷേ ഇതിനകത്തുനിന്ന് ഇത് ഫലം കായ്ക്കുന്നുണ്ടോ ഇല്ലയോ, ആ വചനം നമ്മൾ ക്രിയ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് നമ്മളൊന്ന് സൂക്ഷിച്ച് നോക്കണം. ദൈവത്തിന് സ്തോത്രം. വചനം നമ്മളെ വേറെ
സ്വാർത്ഥതകളെ ഞെരുക്കി മാറ്റുന്നുണ്ടോ എന്ന് നമ്മളൊന്ന് അന്വേഷിച്ച് നോക്കണം. ദൈവത്തിന് വിരോധമായി പൊങ്ങുന്ന ഉയർച്ചകളെ ഞെരുക്കാൻ വചനത്തിന് കഴിയുന്നുണ്ടോ, അതോ അത് വചനം ഞെരുങ്ങുകയാണോ എന്ന് നമ്മൾ സ്വയം വിലയിരുത്തി നോക്കണം. വചനം വളർച്ച പ്രാപിച്ചവനെ കുറിച്ച് വേദപുസ്തകത്തിൽ ഒരുപാട് പേരെ കുറിച്ച് പറയുന്നുണ്ട്. പുതിയ നിയമത്തിൽ നമുക്ക് ഏറ്റവും പറയാൻ നല്ലത് അപ്പോസ്തലനായ പൗലോസിനെയാണ്. ധനവാനായിരുന്നു എന്ന് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് വിശ്വസിക്കാൻ യോഗ്യമായ കാരണങ്ങളുണ്ട്. കാരണം മറ്റൊരു ദേശത്തായിരുന്നിട്ട് അവിടെ നിന്ന് യെരുശലേമിൽ വന്നിട്ട് അവിടുത്തെ ഏറ്റവും നല്ല വേദപുസ്തകം പഠിപ്പിക്കുന്ന ആളിൻ്റെ അടുത്ത് വന്ന്, മഹാപുരോഹിതൻ്റെ അടുത്ത് വന്ന് വചനം പഠിച്ചേച്ച് പോകാൻ വേണ്ട എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു. അങ്ങനെ വന്ന് പഠിച്ചിട്ട് പോയ മനുഷ്യൻ തീർച്ചയായിട്ടും സമ്പത്തും സ്വാധീനമുള്ള ആൾ തന്നെയാണ്. ഈ സമ്പത്തും സ്വാധീനമുള്ള ആളിന് യേശുവിൻ്റെ വിളി കേട്ട് പിൻപറ്റി കഴിയുമ്പോൾ നഷ്ടപ്പെടാൻ പോകുന്നത് എന്താണ്? കുടുംബം നഷ്ടപ്പെടാൻ പോവുക. ചുറ്റും നിന്ന് ആരും പറഞ്ഞില്ലേ, നിന്റെ സ്ഥാനം ഇവിടെ അല്ല, നീ ഇതുപോലുള്ള സംഗതികളുമായിട്ട് നടക്കേണ്ട ആളല്ല, നീ ഒരു മഹാപുരോഹിതനെങ്കിലും ആകേണ്ട ആളാണ് എന്നാരെങ്കിലും പറഞ്ഞു കാണത്തില്ലേ? പറഞ്ഞു കാണും. ലോകത്തിൽ നിനക്ക് ഒരുപാട് സ്ഥാനങ്ങൾ നിന്നെ കാത്തിരിക്കുന്നുണ്ട്, തലയെ കൈവച്ച് പറഞ്ഞു കാണും. വചനം അതിനെ ഞെരുക്കിയോ അതോ ഈ ആലോചനകളെ വചനം ഞെരുക്കിയോ? വചനം ഈ ആലോചനകളെ ഞെരുക്കിയത് കൊണ്ടാണ് തൻ്റെ കൂടെ കപ്പലിൽ യാത്ര ചെയ്ത കുറ്റവാളികളെ മൊത്തം ദൈവത്തിന് വേണ്ടി നേടാൻ തന്നെ പ്രാപ്തനാക്കിയത്. അത് അസാധാരണമായൊരു വിഷനാണ് എന്ന് പറഞ്ഞാൽ, സാധാരണ നമുക്കറിയാം പലപ്പോഴും ഈ സഭകളിൽ വരുമാനമൊന്നും ഇല്ലാത്ത സഭകളിലൊക്കെ വരുമ്പോഴത്തേക്ക് പലരും ആ ദേശത്തെ ഒരിച്ചിരി വരുമാനമൊക്കെ ഉള്ള ആൾക്കാരെ പേര് വെച്ച് പോലും പ്രാർത്ഥിക്കുന്ന ഒരു രീതി മുമ്പ് പല സ്ഥലത്തും ഉണ്ടായിരുന്നു. നല്ലതല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ ആത്മാവിന് വിലയിടരുത്. ആത്മാവിന് വിലയിടരുത്. നമുക്കറിയാം ജയിൽ മിനിസ്റ്ററി ചെയ്യുന്ന എത്ര പേരുണ്ട്, ഏറ്റവും നല്ല ഉദാഹരണം. പക്ഷേ സകല കുറ്റവാളികളെയും ക്രിസ്തുവിന് വേണ്ടി നേടാമെന്ന് മുന്നിൽ കണ്ട് പ്രാർത്ഥിച്ച ഭക്തൻ ഒരു യാത്രക്കിടയിൽ, യാത്ര തീരുന്നതിന് മുമ്പ് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ, ഒരു 3 ദിവസം ട്രെയിൻ യാത്ര ചെയ്യുമ്പോഴത്തേക്ക് ഒരുത്തിനെ മാനസാന്തരപ്പെടുത്താമെന്ന് ഞാൻ ഇന്നുവരെ ചിന്തിച്ചിട്ടില്ല കേട്ടോ. 1-2 ദിവസമൊക്കെ യാത്ര ചെയ്തിട്ടുമുണ്ട്. അങ്ങനെ ഒരു ചിന്ത യാത്രയിൽ തോന്നത്ത് പോലുമില്ല. അന്നേരം വെറുതെ കണ്ണാടി കൂടെ നോക്കിയിരിക്കാം, ആലോചിക്കത്തേ ഉള്ളൂ. അങ്ങനെ പറ്റത്തുമില്ല കേട്ടോ. എനിക്ക് ഈ ഓടുന്ന വണ്ടിയെന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ഉറങ്ങണം അല്ലെങ്കിൽ ഇറങ്ങണം. ഇനിയും തീർന്നില്ല. ഞങ്ങൾ കഴിഞ്ഞ ദിവസം വായിച്ചൊരു വസ്തുതയാണ്, എൻ്റെ കൂടെയുള്ളവർ നിങ്ങൾക്ക് വന്ദനം ചൊല്ലുന്നു എന്ന് പറഞ്ഞാൽ പൗലോസിനെ കാക്കുന്നു എന്ന് തോന്നിയവൻ കുറച്ച് കഴിഞ്ഞപ്പോൾ അവന് മനസ്സിലായി എന്നേക്കാൾ കൂടുതൽ സമ്പന്നനാണ് ഇവനെന്ന്, എന്നേക്കാൾ കൂടുതൽ നീതിമാനാണ് ഇവനെന്ന് അവന് മനസ്സിലായി. തന്നെ കാത്തുകൊണ്ടും നോക്കിക്കൊണ്ടും തന്നിക്ക് നിയമം പറഞ്ഞുകൊണ്ടും നിന്ന സകലരെയും വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്നിട്ട് അവരെ എല്ലാം പേരിൽ വന്ദനം അടുത്ത സഭയ്ക്ക്. ചിന്തയിലോട്ട് കയറുമോ? എനിക്ക് പാടായിരുന്നു. എനിക്കിത് ബോധ്യം വരുന്നത് വരെ പാടായിരുന്നു. ഇതാണ് വചനം ബാക്കിയുള്ള പലതിനെയും ഞെരുക്കി കഴിഞ്ഞാൽ ഉണ്ടാകുന്നത്. നമ്മളിൽ തിരിച്ചാണ് സംഭവിക്കുന്നത്, വചനത്തെ മറ്റു പലതും ഞെരുക്കിക്കൊണ്ടായിരിക്കുന്നു. ഒരു കാര്യം ഞാൻ പറയാം, ഈ ലോകത്തിൽ നമ്മുടെ വചനത്തെ ഞെരുക്കാൻ കൊള്ളാകുന്നതൊന്നും ഇല്ല എന്ന് നമുക്ക് മനസ്സിലാകും. നമുക്ക് പലപ്പോഴും തോന്നാറില്ല. ഈ ലോകത്തിൻ്റെ വെളിച്ചം നമ്മളാണെന്ന് മറന്നു പോകരുത്. സംശയമുണ്ടെങ്കിൽ നിങ്ങൾ ലോക ചരിത്രം ഒന്ന് എടുത്തു നോക്കിയാൽ മതി. ലോക രാജ്യങ്ങളിൽ നിലനിൽക്കുന്ന നിയമങ്ങൾ എങ്ങനെ വന്നു നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഏറ്റവും നല്ല നിയമങ്ങൾ ഓരോ രാജ്യത്തും വന്നതെങ്ങനെയാണ്, ആ നിയമം അവർ എഴുതിയത് എങ്ങനെയാണ്, എന്തിനെ അടിസ്ഥാനമാക്കിയാണ് എഴുതിയതെന്നൊക്കെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി. ഇത് മനസ്സിലാകുമ്പോഴാണ് നമുക്ക് നമ്മളുടെ വെളിച്ചം മനസ്സിലാകുന്നത്.
ദൈവവചനത്തെ അടിസ്ഥാനമാക്കി വന്ന നിയമങ്ങളാണ് ഇന്ന് ലോകത്തിൽ മനുഷ്യന് സമാധാനത്തോടെ ജീവിക്കാൻ കഴിയുന്ന നിയമങ്ങളല്ല. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു 9 വയസ്സ് വിവാഹപ്രായം നിശ്ചയിച്ച രാജ്യത്തെക്കുറിച്ച്. ഇവിടെ ഇരിക്കുന്ന ഒരാൾക്കും അങ്ങനെ ഒരു സംഗതിയെക്കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയത്തില്ല. ഇതാണ് നമ്മുടെ തലയിൽ ദൈവം തന്നേക്കുന്ന വിവേകം. ആത്മാക്കളെ കാണാൻ കഴിയുന്ന വിവേകം. തങ്ങളുടെ സ്വാർത്ഥതയിൽ കവിഞ്ഞ് മറ്റൊരാളിൻ്റെ നിസ്സഹായത കാണുവാൻ, അവൻ്റെ ബലഹീനത കാണുവാൻ, അവൻ്റെ പോരായ്മ കാണുവാൻ കഴിയുന്ന ഒരു ഹൃദയം നമുക്ക് തന്നത് ഈ വചനമാണ്. ദൈവത്തിന് സ്തോത്രം. ഇതകത്ത് വളർച്ച പ്രാപിക്കണം. ഇത് ശത്രുവിനെ എടുത്തു കളയാനുള്ളതല്ല, നമ്മുടെ ആരാധനയുടെ ഭാഗമാണ്. നമ്മുടെ ആരാധനയിൽ ദൈവം നമ്മുടെ ഉള്ളിലേക്ക് വരുന്ന ഭാഗമാണ് വചനം നമ്മുടെ ഹൃദയത്തിലേക്ക് വരിക എന്ന് പറയുന്നത്. യേശുക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞത് നമ്മൾ ആദ്യമേ വായിച്ചു. എന്താണ്? വചനം ജഡമായി തീർന്നവൻ. വചനം ദേഹരൂപമായവനാണ് യേശുക്രിസ്തു. നമ്മൾ പറഞ്ഞത് ഈ യേശുക്രിസ്തുവിനെയാണ് നമ്മൾ ആരാധിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയെങ്കിൽ നമ്മുടെ ആരാധനാമൂർത്തിയായ ആ യേശുക്രിസ്തു, അതിൻ്റെ അംശമായ വചനം നമ്മുടെ ഉള്ളിലേക്ക് വരുമ്പോൾ ദൈവതുല്യമായി സ്വീകരിക്കാൻ നമുക്ക് കഴിയണം. ദൈവതുല്യമായി നിലനിർത്താൻ നമുക്ക് കഴിയണം. ദൈവതുല്യമായി അതിനെ വളർത്താൻ നമുക്ക് കഴിയണം. അനേക മടങ്ങ് ഫലം കായ്ക്കാൻ നമുക്ക് കഴിയണം. ദൈവത്തിന് സ്തോത്രം. കാലം വളരെ ചുരുങ്ങിയതാണ്. ലോകം അസമാധാനത്തിൻ്റെ വക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഉൾക്കൊള്ളിക്കാത്തതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരുപാട് വാർത്തകൾ അറിഞ്ഞാൽ പോലും നമ്മളെ സമാധാനം നഷ്ടപ്പെടുത്തേ ഉള്ളൂ. അല്ലെങ്കിൽ ഈ ലോകത്ത് എങ്ങനെ ജീവിക്കുന്നതെന്ന് പോലും നമുക്ക് സംശയം തോന്നും. ഒരു 10-30 കൊല്ലം മുമ്പേ ജനിച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഒരു 100 വർഷം മുമ്പേ ജനിച്ചിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കുന്ന ഒരുപാട് പേര് ഈ ലോകത്തുണ്ട്. എന്ന് പറഞ്ഞാൽ ഇന്നത്തെ പ്രശ്നങ്ങളൊന്നുമില്ല, സമാധാനമായിട്ട് ജീവിച്ച് അവസാനിക്കാമായിരുന്നു എന്നുള്ളതുകൊണ്ടാണ്. ഇത്രയധികം പാപമില്ല എന്ന് നമുക്ക് തോന്നുന്നതാണ്. അങ്ങനെയൊന്നും അല്ല കേട്ടോ. ഇതിനു മുമ്പും ചരിത്രത്തിലോട്ട് നോക്കിയപ്പോൾ ഞാൻ ഇതിലും വളരെ മോശമായിട്ട് പാപം ചെയ്ത മനുഷ്യർ ലോകത്തുണ്ട്, അല്ലെങ്കിൽ സമൂഹങ്ങളൊക്കെ ഉണ്ട്. പാപത്തിനൊന്നും ഒരു കുറവുമില്ലായിരുന്നു. പിന്നെ സാഹചര്യങ്ങൾ ചിലപ്പോൾ കുറച്ചുകൂടെ കുറവാണെന്ന് പറയാം. ദൈവത്തിന് സ്തോത്രം. ലോകം അതിൻ്റെ ഏറ്റവും അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നത്. സമയം നഷ്ടപ്പെട്ടു എന്ന് നമുക്ക് തോന്നാതിരിക്കാൻ നമ്മൾ പോകുന്ന എല്ലാ സ്ഥലത്തും നമ്മളിലെ വെളിച്ചം വീശിക്കൊണ്ടേയിരിക്കണം. വചനം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമ്മുടെ ഓരോ സംഭാഷണത്തിലും ഇത് പുറത്തു വന്നുകൊണ്ടേയിരിക്കും. നമ്മുടെ സംസാരത്തിന് ഒരു മധുരം ഉണ്ടായിരിക്കും. കേൾവിക്കാരൻ, ഈ വ്യക്തി നന്നായിട്ട് സംസാരിക്കുന്നുണ്ടല്ലോ, ഈ വ്യക്തി ആ ശത്രുക്കളോട് എന്ന പോലെ ഇടപെടുന്നില്ലല്ലോ, നമ്മൾ മോശമായിട്ട് സംസാരിച്ചാലും ഈ ആൾക്ക് ദേഷ്യം വരുന്നില്ലല്ലോ. ഇതൊക്കെ മറ്റുള്ളവരിലേക്ക് നമ്മുടെ ഉള്ളിലുള്ളവൻ്റെ സ്വാധീനം എത്തുന്ന വഴികളാണ്. നമ്മൾ മനസ്സിലാക്കണം. ഇന്ന് ഒന്ന് പറഞ്ഞാൽ രണ്ടാമത്തേന് ദേഷ്യം വരുന്ന മനുഷ്യരാണ് ലോകത്തിന് ചുറ്റുമുള്ളത്. കാര്യം ഉപദ്രവിക്കുക അല്ലെങ്കിൽ കൊല്ലുക എന്നുള്ളതിനൊന്നും വലിയ പഞ്ഞമില്ല. വളരെ വേഗം ചെയ്യാവുന്ന പ്രവൃത്തിയായി മനുഷ്യൻ്റെ മുമ്പിൽ എത്തിക്കഴിഞ്ഞു. അവരവരുടെ സ്വാർത്ഥത മാത്രമേ മുന്നിലുള്ളൂ. നമുക്കിഷ്ടമുള്ളത് ചെയ്യുക, അല്ലെങ്കിൽ അത് സാധിക്കുക, അതല്ലെന്നുണ്ടെങ്കിൽ കൊന്നേക്കുക. ഈ ഒരു അവസ്ഥയിലേക്ക് മനുഷ്യൻ എത്തുകയാണ്. ഇവിടെയാണ് ശത്രുവിനെ സ്നേഹിക്കാൻ കഴിഞ്ഞ വേദവുമായിട്ട് നമ്മൾ ചെല്ലുന്നത്. തീർച്ചയായിട്ടും അതിന് ലോകത്തെ ജയിക്കാൻ കഴിയും. യേശുക്രിസ്തു ഈ ലോകത്തെ ജയിച്ചുവെങ്കിൽ തീർച്ചയായിട്ടും ആ യേശുക്രിസ്തുവിൻ്റെ ആശയങ്ങൾ കൊണ്ട് നമുക്ക് ഈ ലോകത്തെ ജയിക്കാൻ കഴിയും. ദൈവത്തിന് സ്വാഗതം. അനേക ഭക്തന്മാരിന്ന് വളരെ വേദനയോടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ എത്തിച്ചേരുന്നത്. ലോകരാജ്യത്തെല്ലാ ഒത്തിരി ഇടങ്ങളിൽ, ചൈന, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ഇങ്ങനെ പേര് പറയാൻ കഴിയുന്ന ഒത്തിരി രാജ്യങ്ങളിൽ വിശ്വാസത്തിന് വേണ്ടി പീഡിപ്പിക്കപ്പെടുകയോ അല്ലെങ്കിൽ മരിക്കുകയോ ചെയ്തുകൊണ്ടിരിക്കുന്ന അനേക വ്യക്തികളുള്ള രാജ്യങ്ങൾ, അങ്ങനെയുള്ള ലോകത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനു വേണ്ടി സംസാരിക്കാൻ പോലും ആളില്ല. നമുക്കറിയാം, ഈ കഴിഞ്ഞ ഒരു 10 വർഷം എടുത്താൽ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നഷ്ടപ്പെട്ടു പോയ ക്രിസ്ത്യാനികളുടെ ജീവന് കൈയും കണക്കുമില്ല. ലോകത്ത് ഇതിനു വേണ്ടി സംസാരിക്കാൻ ആരുമില്ല, ഒരു ശബ്ദം ഉയർത്താൻ പോലും ആരുമില്ല. എന്നാൽ എല്ലാവരും പറഞ്ഞ ഗാസയിൽ അവിടെ വംശഹത്യ നടക്കുന്നതാണ്. കഴിഞ്ഞ ദിവസം അവിടെ നടന്ന ആഘോഷങ്ങളുടെ വീഡിയോ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. കഴിഞ്ഞ 2 ദിവസം മുമ്പ് അതിഭയങ്കരമായ ആഘോഷം നടക്കുന്നുണ്ട്. തെരുവിലും സമുദ്രതീരത്തും ഒക്കെ ഭയങ്കര ആഘോഷമായിട്ട്.
ഈ ഉത്സവങ്ങൾ നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അവിടെ ഭയങ്കര ആഘോഷം നടക്കുന്നുണ്ട്. വംശഹത്യ നടക്കുന്ന സ്ഥലത്താണോ? അവരിലേതെന്ന് പറയാവുന്ന അഫ്ഗാനിസ്ഥാനിൽ പോലും ഇത്രയും വലിയ സന്തോഷമില്ല. പക്ഷെ പറയുന്ന വംശഹത്യ എവിടെയാന്ന്? ദൈവത്തിന് സ്വാഗതം. സത്യം ലോകത്തുനിന്ന് നഷ്ടപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു എന്ന്. അതുകൊണ്ട് ഈ സത്യത്തിൻ്റെ വചനം നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നത് എങ്ങനെയാണ്? രണ്ട് കാര്യം, ആത്മാവിലും സത്യത്തിലും. മറന്നു പോകരുത്. നമ്മുടെ ആരാധന ഉയരേണ്ടത് എവിടെ നിന്നാണ്? നമ്മുടെ ഉള്ളിൽ നിന്നാണ് ആരാധന ഉയരേണ്ടത്. ഈ ആരാധന ഉയരേണ്ടിടത്തേക്കാണ് നമ്മുടെ വചനം വീഴുന്നത്. അത് അവിടെ കിടന്നാണ് ഫലം കായ്ക്കേണ്ടത്. ദൈവത്തിൻ്റെ സ്വാതന്ത്ര്യം. ഒരിക്കലും മറന്നു പോകരുത്. ശത്രു ഈ വചനം എടുത്ത് കളയരുത്. എടുത്ത് കളഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. വളരെ ശ്രദ്ധയോടുകൂടി നമ്മൾ പരിപാലിച്ചാൽ മാത്രമേ ഇതവിടെ നിലനിൽക്കൂ. അതില്ലെന്നുണ്ടെങ്കിൽ ശത്രു അതിനെ എടുത്ത് കളയും, ഫലം കായ്ക്കാതിരിക്കാൻ. ദൈവത്തിന് സ്വാതന്ത്ര്യം. വഴിയേരിക വേണമെന്ന് പറഞ്ഞാൽ ആർക്കും കയറി ഇറങ്ങാവുന്നത് പോലെ കിടക്കുന്ന ഒരു ഹൃദയം ഒരിക്കലുമല്ല. ആശയങ്ങളെ വിട്ടുകൊടുക്കരുത്. തീർച്ചയായിട്ടും ദൈവിക ആശയം എൻ്റെ ഒരു ആഗ്രഹമാണ്. എന്ന് പറഞ്ഞാൽ ഈ വർഷം തീരുമ്പോഴെങ്കിലും ഈ കൂട്ടായ്മയിലുള്ള എല്ലാവരും ക്രിസ്തുവിനെ ആരുടെ മുമ്പിലും പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വാക്ചാതുരിയിലേക്കും അറിവിലേക്കും എത്തണമെന്നുള്ളതാണ്. അതാണ് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ നമുക്ക് അതിൻ്റേതായ രീതിയിലേക്ക് മുന്നേറാൻ കഴിയണം. പ്രാർത്ഥനയിലെ ഈ വിഷയം നിങ്ങൾ പ്രത്യേകം ഓർക്കണം. ദൈവത്തിന് സ്തോത്രം. കാരണം നമുക്ക് ഒരു അപമാനവും ഇല്ലാതെ പ്രസൻറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരേ ഒരു വ്യക്തിത്വം യേശുക്രിസ്തുവേ ഉള്ളൂ. അതിനാവശ്യം പോലെ വസ്തുതകൾ നമ്മുടെ കയ്യിലുണ്ട്. ദൈവത്തിൻ്റെ സ്തോത്രം. ഇതൊന്നും നമ്മൾ ഉപയോഗിക്കുക വേണ്ട മാത്രമേ ഉള്ളൂ. കാര്യം ശത്രു ഒരാൾക്കും എതിരെ പറയാൻ കഴിയാത്ത വിധം. ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ ആ മീറ്റിങ്ങിന് ഓർപ്പിച്ചൊരു വസ്തുതയുണ്ട്. ഈ സുവിശേഷത്തിൻ്റെ ചെരുപ്പ് നമ്മുടെ കാലിലോട്ട് കയറിയാൽ ഇത് ഈ കാലിൽ നിന്ന് അഴിപ്പിക്കാൻ യോഗ്യതയുള്ള ഒരാശയവും ഇന്ന് ലോകത്തില്ല. ഇതാണ് ഇതിൻ്റെ ശക്തി. നമ്മൾ മനസ്സിലാക്കുക. നമുക്കെതിരെ പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് പറയാൻ വാക്കുകൾ ഉണ്ടാവത്തില്ല. ശാസ്ത്രം എന്നൊക്കെ പറഞ്ഞൊന്നും ആരും വരത്തില്ല. ഇതൊക്കെ വെറുതെ പറയുന്ന കാര്യം. ഇന്ന് നമുക്ക് നമ്മുടെ മുമ്പ് തെളിയിക്കാൻ പറ്റുന്ന ഒരു സൃഷ്ടിയുടെ ശാസ്ത്രവും ലോകത്തില്ല. ഞാൻ അതിനെക്കുറിച്ചൊക്കെ പലതവണയും പറഞ്ഞിട്ടുണ്ട്. ദൈവത്തിന് സ്വാതന്ത്ര്യം. വീണ്ടും ഉറപ്പിക്കുക, വചനം നമ്മുടെ ഉള്ളിൽ എന്ത് ചെയ്യണം? ഫലം കായ്ക്കണം. അതിന് വേണ്ട ഹൃദയം ഏതാണെന്ന് ചോദിച്ചാൽ ഫലം കായ്ക്കുന്ന ഹൃദയം. ആദ്യത്തെ 3 എണ്ണത്തിന് എന്താണെന്ന് സ്വഭാവം, ഈ 3 സ്വഭാവവും ഇല്ലാതാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഫലം കായ്ക്കുന്ന ഒരു ഹൃദയം നമുക്ക് കിട്ടും. ദൈവത്തിന് സ്തോത്രം. ഈ ഹൃദയത്തിലോട്ടായിരിക്കണം വചനം വീഴേണ്ടത്. ഇത് 100 മേനി ഫലം കായ്ക്കണം. വരും ദിവസങ്ങളിൽ ഈ ദേശത്ത് ഒരു ഉണർവായിട്ട് വ്യാപരിക്കാൻ ദൈവം നമ്മെ സഹായിക്കണം. നിങ്ങളെ ഓരോരുത്തരും ദൈവം അതിനായി ഉപയോഗിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കും.